എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ ദിവസം, വെള്ളിയാഴ്ചയാണ്, നവംബർ 22-ാം തീയതി. ഇപ്പം നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ കൃപ ചൊരിഞ്ഞു നിൽക്കണം. നിങ്ങൾ എനിക്കൊരു ആശീർവാദമായിരിക്കും. എബ്രാഹത്തിന് കൊടുത്ത വിശ്വാസി എന്ന് പറയുന്നതാണ് എബ്രാഹാം. നമ്മളിൽ എല്ലാവരും എബ്രാഹാം ജീവിക്കുന്നുണ്ട്. whenever you believe you became എബ്രാഹാം. എബ്രാഹാം എന്താണ്? ദൈവത്തിൻ്റെ അനവധിയായ വാഗ്ദാനങ്ങൾക്ക് അർഹനായ ആളാണ് എബ്രാഹാം. എബ്രാഹാം എന്ന് പറയുന്നത് ആരാണ്? വിശ്വാസത്തിന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ വചനം നിറവേറ്റാൻ ഏതറ്റകയും ചെയ്യാവുന്ന ഒരു വ്യക്തി പ്രാഭവത്തിൻ്റെ പേരാണ് എബ്രാഹാം. അപ്പം വെൻ വി ബിലീവ് വി ബിക്കം എബ്രാഹാം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ നമ്മൾ എബ്രാഹാം ആകും. അപ്പോൾ എബ്രാഹത്തിന് കൊടുത്ത ഫസ്റ്റ് പ്രോമിസ് എന്താണ്? യു വിൽ ബി എ ബ്ലെസ്സിംഗ് ടു ദി എൻറ്റയർ യൂണിവേഴ്സ്. നീ ഈ ഒരു വലിയ അനുഗ്രഹമായിരിക്കും ജനങ്ങൾക്ക്. വിശ്വസിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ്. കർത്താവെ, അങ്ങയുടെ മക്കൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ നീ ആശീർവദിക്കണം. കർത്താവ്, നിന്റെ തിരുമുറിവാകുന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവ്, അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ഒഴുകണം. എല്ലാ സത്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ എന്ത് വിഷയത്തിലാണോ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത്, ഉത്കണ്ഠപ്പെടുന്നത്, ആ വിഷയത്തിന് മേൽ ദൈവികമായ ശക്തി ഈ നിമിഷം ആവശ്യിക്കട്ടെ. കർത്താവ്, അങ്ങയുടെ കൃപ എന്ന് പറയുന്നത് അങ്ങയുടെ ശക്തിയാണല്ലോ. അങ്ങ് എക്കാലങ്ങളിലും ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളായ എല്ലാ മക്കൾക്കും കർത്താവ് അങ്ങ് കൊടുത്ത ശക്തിയാണ്. കർത്താവ്, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നീ ആശീർവദിക്കുന്നവരെ ഞാൻ ആശീർവദിക്കുമെന്ന് പറയുന്ന അങ്ങയുടെ വാഗ്ദാനം. കർത്താവ്, ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നു, ആരെല്ലാം കണ്ടുമുട്ടുന്നു, എന്തിലെല്ലാം ഇടപഴകുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ സംസാരങ്ങൾ, ചിന്തകൾ, കേൾവികൾ, നിങ്ങളുടെ വിശ്രമങ്ങളിൽ പോലും കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ ഉണർന്നു വരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അപ്പോസ്തലന്മാർ നീ അയച്ച അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങളും കർത്താവ് നിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ അയക്കപ്പെടുകയാണ് ചെയ്യേ. നീ അയക്കി ചെല്ലുന്ന ഏത് വിട്ടു ചെന്നാലും സമാധാനം ആശംസിക്കുന്ന അരുളി ചെയ്തപ്പോൾ നിൻ്റെ നാമത്തിൽ ആരോട് ഞങ്ങൾ സംസാരിക്കുന്നുവോ, ആർക്കെല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ സമാധാനം അവർക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അവർക്കെല്ലാം അത് അവകാശമാക്കാനും ഓഹരിയാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ നിറയട്ടെ. കർത്താവ്, ആശുപത്രിയിൽ കഴിയുന്നവർ, ആശുപത്രിയിലേക്ക് പോകുന്നവർ, ടെസ്റ്റിന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളവർ, ബയോപ്സിക്ക് കൊടുത്തിട്ടുള്ളവർ, കർത്താവ് എല്ലാവരും നീ ഏറ്റെടുക്കണം. കർത്താവ്, വല്ലപാടും ചത്താ മതിയാന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അത്രയ്ക്ക് ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട് ഈശോയെ. കടങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ, ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, കർത്താവ്, വേദനപ്പെട്ടിട്ട് ആരും സഹായിക്കാനില്ലാതെ കർത്താവ് ഒറ്റപ്പെട്ടു പോയിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണം ചിന്തിച്ചുകൊണ്ട് സ്വയമായിട്ട് വെറുപ്പ് തോന്നുന്നവർ എല്ലാവരെയും ഞാൻ അങ്ങനെ തിരുസനെ പരിശുദ്ധമേ ദൈവമാതാവേ, യേശുക്രിസ്തുവിൻ്റെ അഭിഷിക്തമായ രക്തം ഞങ്ങൾക്ക് അവകാശമാക്കണ ദൈവപിതാവിൻ്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോവുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ നിമിഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും നിങ്ങൾ ഉറങ്ങുന്നത് വരെ കർത്താവിൻ്റെ ശക്തിയുടെ സ്ഫുരണങ്ങൾ അനുഭവിക്കാൻ നിത്യം പിതാവും പുത്രൻ പരിശുദ്ധ സർവീശ്വര അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നേക്കും. ആമേൻ.